Hello everyone, welcome to Chemistry Stars. ഈ ഒരു വീഡിയോയിൽ തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു പോർഷനെ ക്വിക്ക്ലി നമ്മളൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. ആസ് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ പഠിച്ചതൊക്കെ ഒന്ന് വേഗം ഓർത്തെടുക്കാൻ അത്രയേ ഉള്ളൂ. ആൻഡ് ഇത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷനാണ് കേട്ടോ. ലൈക്ക് യൂണിവേഴ്സിറ്റി സിലബസിന്, അതായത് UG കെമിസ്ട്രി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷനാണ്. ഇവൻ നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് എൻട്രൻസ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ കാണാം. കാരണം ചില പോർഷൻസ് ഞാൻ പറയുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് നിങ്ങളെ അറിയാം. ഇപ്പം നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുകയാണെങ്കിൽ വേറെ എല്ലാ മൊഡ്യൂളിൽ വെച്ച് നോക്കുമ്പോഴും കമ്പാരിറ്റീവ്ലി കൂടുതൽ പഠിക്കാനുള്ളത് തെർമോഡൈനാമിക്സ് എന്നായിരിക്കും. ഓക്കെ, കുറേ ഡെറിവേഷൻസും കുറേ കോൺസെപ്റ്റ്സും ന്യൂമറിക്കൽസും എല്ലാം. ഇപ്പം നിങ്ങൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിലും ഈ തെർമോഡൈനാമിക്സ് പോർഷൻ നല്ല വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് പഠിക്കാൻ പലർക്കും ഇത് ഈ തെർമോഡൈനാമിക്സ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ഇസ് ഡു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഈ ഒരു സെമസ്റ്ററിൽ തെർമോഡൈനാമിക്സ് ഏത് സെമസ്റ്ററിലാണ് വരുന്നത് ആ സെമ്മിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരുപാട് ചെയ്യുക. അങ്ങനെ നമുക്ക് അതിലുള്ള എസ്എ ക്വസ്റ്റ്യൻസ് ആയാലും ന്യൂമറിക്കൽസ് ആയാലും അതൊക്കെ എങ്ങനെയാണ് നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം അത് മാത്രം അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, കാരണം ഇതിൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. സോ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഇറ്റ് വിൽ വർക്ക് ഔട്ട്. അത് നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ MSc എൻട്രൻസ് ഒക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി സിലബസിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് എൻട്രൻസിനാണെങ്കിൽ ഡെറിവേഷനൊന്നും വേണ്ട, യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ ഡെറിവേഷൻ അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻട്രൻസ് എക്സാമിനാണെങ്കിൽ ആ ഫോർമുലയൊക്കെ ഓർത്ത് വയ്ക്കുക, ന്യൂമറിക്കൽസ് ചെയ്യാൻ, പിന്നെ കോൺസെപ്റ്റ്സ് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ മാക്സിമം പഠിക്കാൻ പറ്റുന്നത് മാക്സിമം അത് ഓർത്ത് വയ്ക്കുക, അത് കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യുക. ഓക്കെ, എൻട്രൻസ് എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് ഫുൾ അപ്ലൈ ചെയ്യുകയാണ് അവിടെ. അപ്പോൾ അതിന് കണ്ടിന്യൂസ് റിവിഷൻ വേണം. സോ അങ്ങനെ റിവൈസ് ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ് ഫോർ സ്റ്റഡിയിങ് ദിസ് ചാപ്റ്റർ ഫോർ ദി എൻട്രൻസ് എക്സാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദിസ് റിവിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു ടോപ്പിക്കാണ് മാക്സ്വെൽ റിലേഷൻസ് എന്നുള്ളത്. മാക്സ്വെൽ റിലേഷൻസിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അതിനുള്ളൊരു ബെസ്റ്റ് ട്രിക്കാണ് മാക്സ്വെൽ സ്ക്വയർ മെത്തേഡ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് മേ നോ അബൌട്ട് ദിസ് മാക്സ്വെൽ സ്ക്വയർ മെത്തേഡ്, റൈറ്റ്? ഇത് എൻട്രൻസിനൊക്കെ വേണ്ടി പോകുന്നവർ എന്തായാലും ഇത് പഠിക്കേണ്ടതും കോണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് മാക്സ്വെൽ സ്ക്വയർ മെത്തേഡ്. സോ അത് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് ഫുൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ അത് വെക്കാൻ പറ്റും. ഇനി അടുത്തതാണ് തെർമോഡൈനാമിക് കോഫിഷ്യൻസ്. അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിയുമ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോസസ്സസ് പഠിക്കുന്നുണ്ട്. ലൈക്ക് ഐസോതെർമിക്, അഡിയബാറ്റിക്, അതിൻ്റെ തന്നെ റിവേഴ്സിബിൾ അങ്ങനെയുള്ള കുറേ പ്രോസസ്സസ്. ആൻഡ് സെക്കൻഡ് ലോ പറയുമ്പോൾ അതും കുറച്ച് ചില പ്രോസസ്സിന് സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ്, എൻട്രോപ്പി അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഇൻ തെർമോഡൈനാമിക്സ് ഇത് മാത്രമല്ല, അതിൽ തെർമോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ തെർമോ കെമിസ്ട്രിയും അതും റിവൈസ് ചെയ്യണം. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്നുള്ളൊരു പോർഷനും ഉണ്ട്. സോ ഇതൊക്കെ ചേർത്താൽ ഈ തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ബട്ട് ഞാൻ ഇവിടെ തെർമോഡൈനാമിക്സിലത്തെ മാത്രം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് തന്നെ അത്രേ പറയുന്നുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്ലാസ്. നമുക്കറിയാം, ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം. ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്.
it can be converted from one form to another. Okay, അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് ആസ് എ കെമിസ്ട്രി സ്റ്റുഡൻറ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല അതിന്റെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ആൻഡ് ദാറ്റ് എക്സ്പ്രഷൻ ഈസ് du is equal to q plus w എന്ന് എഴുതാം, അല്ലെങ്കിൽ du is equal to dq plus dw. So this is the mathematical expression of first law of thermodynamics. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. du എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിലുള്ള ഇന്റേണൽ എനർജി ചേഞ്ച് ആണ്. ഓക്കെ, നിങ്ങൾ സിസ്റ്റം എന്താ, സറൗണ്ടിങ്സ് എന്താ, യൂണിവേഴ്സ് എന്താ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. സോ du എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ സിസ്റ്റം ആണ്. ആൻഡ് dq നമുക്കറിയാം the heat change inside the system, and dw is the change in work done. Okay, ആ സിസ്റ്റത്തിലുള്ള ചേഞ്ച് ഇൻ വർക്ക് ഡൺ. ഇനി വർക്കിനെ കുറിച്ച് പറയുമ്പോൾ വർക്ക് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഒന്ന് എക്സ്പാൻഷൻ പ്രോസസ് ആണ്, ആൻഡ് സെക്കൻഡ് ഇസ് കംപ്രഷൻ വർക്ക്. എക്സ്പാൻഷൻ വർക്കും ഉണ്ട്, കംപ്രഷൻ വർക്കും ഉണ്ട്. ഇതിൽ എന്താണ് എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് വർക്ക് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്. ഓക്കെ, ഹിയർ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. ആൻഡ് കംപ്രഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. ഫൈൻ. ആൻഡ് ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈൻ ആണ്. ഇപ്പം നമ്മൾ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റം തനിയെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് സ്വയം വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നെഗറ്റീവാണ്, ഇവിടെ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഹിയർ എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആയിരിക്കും. കംപ്രഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ആണ്, അതായത് പുറത്തുനിന്ന് ഒരാൾ ആ സിസ്റ്റത്തിലോട്ട് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെ, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം. സോ അവിടെ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ഫൈൻ. സോ ഈ ഒരു സൈൻ ഇപ്പോൾ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഡൺ നെഗറ്റീവും ആൻഡ് കംപ്രഷൻ ആണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവും, അങ്ങനെയുള്ള ഒരു സൈൻ എന്തായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഫൈൻ. സോ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു du is equal to dq plus dw പറയുമ്പോൾ ഇവിടെ ഈ dw എന്ന് പറയുന്നത് വർക്ക് കംപ്രഷൻ വർക്ക് ആയിരുന്നു. ഓക്കെ, dq plus dw പറയുമ്പോൾ അത് കംപ്രഷൻ വർക്കിനെയാണ് കാണിക്കുന്നത്. ഫൈൻ. ഓക്കെ, ഇനി വർക്ക് ഡൺ നമുക്ക് നമ്മൾ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രോസസ്സസിനെ കുറിച്ചിട്ടാണ് പഠിക്കുക. അതിന് പ്രോസസ്സിൽ വരുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് നമുക്ക് എഴുതാം ഐസോതെർമൽ. ഐസോതെർമൽ മീൻസ് അതൊക്കെ എന്താണെന്ന് അറിയാം, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ. ഐസോതെർമൽ റിവേഴ്സിബിൾ. ഓക്കെ, ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഫൈൻ. ഈ ഒരു പ്രോസസ്സ് ഞാൻ കൺസിഡർ ചെയ്താൽ ഈ പ്രോസസ്സിന്റെ വർക്ക് ഡൺ, ഓക്കെ, വർക്ക് ഡൺ റിവേഴ്സിബിൾ എന്ന് പറയും. അല്ലെങ്കിൽ ഐസോതെർമൽ കണ്ടീഷനിൽ വർക്ക് ഡൺ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു, ഇത് ഐഡിയൽ ഗ്യാസിന് മാത്രമാണ്, ഇസ് ഈക്വൽ ടു -2.303 nRT log V2 by V1. ഈ ഒരു ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല ദാറ്റ് എവറി കെമിസ്ട്രി സ്റ്റുഡൻറ്റ് മസ്റ്റ് നോ. ഓക്കെ, വർക്ക് ഡൺ ഐസോതെർമൽ കണ്ടീഷനിൽ റിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് -2.303 nRT log V2 by V1 ആണ്. ആൻഡ് ഞാനിവിടെ ഇപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ മാത്രമാണ് കേട്ടോ, റിയൽ ഗ്യാസിന് നമ്മളിങ്ങനെ പറയില്ല. ആൻഡ് എക്സ്പാൻഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. ഓക്കെ, എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു നെഗറ്റീവ് സൈൻ ആണെന്ന്, സോ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. ഓൾസോ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് ന്യൂമറിക്കൽസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇവിടെ വോള്യൂം ടേംസിൽ, അതായത് V1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോള്യൂം, V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോള്യൂം അല്ല തന്നിരിക്കുന്നത്, പ്രഷറിൻ്റെ ടേംസിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെ വരും? -2.303 nRT log P1 by P2 എന്ന് വരും. ബിക്കോസ് നമുക്കറിയാം ബോയിൽസ് ലോ പ്രകാരം പ്രഷർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോള്യൂം, റൈറ്റ്? സോ ഇവിടെ V2 by V1 ആണ്, ഇവിടെ P1 by പ്രഷറുടെ ടേംസിൽ എഴുതുമ്പോൾ P1 by P2 ആണ്. ഓൾസോ LOG അല്ല, മറ്റേ LN log ആണ് എടുക്കണമെങ്കിൽ നമുക്ക് എഴുതാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു -nRT ln log V2 by V1 or -nRT ln P1 by P2. Okay, that is the equation for reversible work done during isothermal expansion of an ideal gas.
ഇപ്പോൾ നമ്മൾ ഐസോതെർമൽ റിവേഴ്സിബിൾ ഇത് കഴിഞ്ഞു. ഓക്കെ, ഇതിലുള്ള വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ. ഓക്കെ, ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ, ഇതൊരു പ്രോസസ്സ്. പിന്നെ ഐസോതെർമൽ പ്രോസസ്സ് എടുത്താൽ തന്നെ അതിൻ്റെ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളിൻ്റെയും നമ്മൾ വർക്ക് ഡണിൻ്റെ ഫോർമുല നോക്കും. ഓക്കെ, ഹിയർ അപ്പോൾ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ ഇതിനെയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞു റിവേഴ്സിബിളിൻ്റെ. ഇനി ഇറിവേഴ്സിബിളിൻ്റെ വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എന്ന് എഴുതാം. Okay, work done irreversible is equal to minus P external into V2 minus V1. ഈ P external means നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഐസോതെർമൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ ആണിത്. ഇതും ഓർത്തിരിക്കുക. ഇവിടെ എക്സ്പാൻഷൻ ഐഡിയൽ ഗ്യാസിനാണ് കേട്ടോ ഇതൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇനി എക്സ്പാൻഷൻ ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. ഇഫ് ഇത് കംപ്രഷൻ ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് സൈൻ വരും. ഫൈൻ. സോ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇനി നിങ്ങളൊരു വളരെ എൻട്രൻസിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എൻട്രൻസിൽ മാത്രമല്ല തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സി ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇൻ വേക്വം. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ of ideal gas in vacuum. In vacuum. ഓക്കെ, ഈ വാക്വം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വാക്വം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പ്രഷർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. അവിടെ പ്രഷർ 0 ആണ്. തനിയെ അത് ഫ്രീലി അത് എക്സ്പാൻഡ് ആയി പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ വർക്ക് ഡൺ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ഇൻ വേക്വം. അതുകൊണ്ട് ഈ വാക്വം ആയതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 0 ആയതുകൊണ്ട് ഈ വർക്ക് ഡൺ 0 ആണ്. ഓക്കെ, ഡ്യൂറിങ് ദിസ് പ്രോസസ് വർക്ക് ഡൺ ഈസ് 0. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതിൻ്റെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ വർക്ക് ഡൺ. ഓക്കെ, ഇതിനനുസരിച്ചാണ് നമുക്ക് വർക്ക് ഡൺ 0 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ഫൈൻ, അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ നോക്കിയില്ലേ, ഐസോതെർമൽ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ കണ്ടു. ഇനി ഞാൻ വെറുതെ ഐസോതെർമൽ പ്രോസസ്സ് എടുത്തു. അതിന് ജനറലായിട്ട് ആ പ്രോസസ്സിന് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഐസോതെർമൽ കണ്ടീഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ആൻഡ് വൈ ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിസിൽ വോള്യൂം. ഓക്കെ, ഐ എം പ്ലോട്ടിങ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ആൻഡ് നമുക്കറിയാം ഇത് പിയും ബിയും ആണ്. ആൻഡ് ഐസോതെർമൽ പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഫൈൻ. സോ നമുക്കറിയാം ബോയിൽസ് ലോ പ്രകാരം P is inversely proportional to volume. ഇതറിയാം. സോ ദ ഗ്രാഫ് will come like this, right? ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. P is inversely proportional to V. ആൻഡ് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സ്ലോപ്പ് നോക്കുക? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് ആണ്. അതായത് ചേഞ്ച് ഇൻ വൈ ആക്സിസ് വരുമ്പോൾ dp/dv. ഓക്കെ, ദിസ് ഈസ് ദ സ്ലോപ്പ്. ഇതാണ് ഇതിന്റെ സ്ലോപ്പ്. അതാണ് നമുക്ക് അറിയേണ്ടത്. സോ എനിക്കത് ബോയിൽസ് ലോ പ്രകാരം എഴുതാൻ പറ്റും. ബോയിൽസ് ലോ പ്രകാരം PV is equal to a constant ആണ്. Just differentiate this equation. So PdV plus VdP is equal to constant in a differentiation, that is 0. So from here I can write PdV is equal to minus VdP. Okay, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dp/dv ആണ്. അപ്പോൾ ഇവിടെ നിന്നും dp divided by dv is equal to minus of P/V. So the slope is minus of P/V. Fine. So this is the slope of isothermal process. ഇതോടെ ഒത്തിരിക്കാം. And entrance in a graphical representation, which is very important. And university syllabus like graph വരയ്ക്കാൻ മാത്രം. I think അത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ആൻഡ് തോന്നുന്നു കേട്ടോ ടെക്സ്റ്റ്, അത് നിങ്ങളുടെ ടെക്സ്റ്റിനനുസരിച്ചിരിക്കും. ആൻഡ് പിന്നെ എനിക്ക് ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ചൊരു ഇത് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐസോതെർമൽ പ്രോസസ്സിൽ DU is equal to 0, അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ നോക്കി അല്ലേ? വർക്ക് ഡൺ എങ്ങനെയാണ് ഓരോരോ, അതായത് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളിലും എങ്ങനെയാണെന്ന് നോക്കി. ഇനി ഇഫ് ഐ ടോക്കിംഗ് അബൌട്ട് ഇന്റേണൽ എനർജി, ഓക്കെ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എപ്പോഴും ഐസോതെർമൽ പ്രോസസ്സിന് 0 ആയിരിക്കും. വൈ? ഈ DU എന്ന് പറയുന്നത് is equal to 0. ഇപ്പം ഞാൻ ഇത് ഫുൾ സംസാരിക്കുന്നത് ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് മാത്രമാണ്, ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ മാത്രമാണ്.
ഓക്കെ, ഞാൻ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു പോർഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലും എൻട്രൻസിന് ഐഡിയൽ ഗ്യാസിനെ റിലേറ്റ് ചെയ്തിട്ടേ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസിൽ ഐസോതെർമൽ പ്രോസസ്സ് നടക്കുമ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓൾവേസ് 0 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ദ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ internal energy U is only the function of temperature. അതായത് ഐഡിയൽ ഗ്യാസിൽ അതിൻ്റെ ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ സിസ്റ്റത്തിൽ. ഓക്കെ, സോ ഐസോതെർമൽ പ്രോസസ്സ് എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്, റൈറ്റ്? ടി ഇസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. ഡി ടി ഇസ് ഈക്വൽ ടു 0. സോ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇന്റേണൽ എനർജി ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം ഡി യു ഇസ് ഈക്വൽ ടു, അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയും 0 ആയിരിക്കും. അതായത് ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആണ്. സോ ദാറ്റ് ഈസ് ദ തിങ്. ഇതും ഓർത്ത് വയ്ക്കുക. ഫൈൻ. സോ ഇപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ച് ഏകദേശമായി. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കണ്ടു, ഐസോതെർമൽ പ്രോസസ്സ് എന്താണെന്ന് നോക്കി. ഐസോതെർമൽ പ്രോസസ്സിൽ തന്നെ റിവേഴ്സിബിൾ പ്രോസസ്സ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, അതിൻ്റെ വർക്ക് ഡൺ എങ്ങനെയാണ്, അതിനുള്ള ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് അഡിയബാറ്റിക് പ്രോസസ്സ് പഠിക്കുക. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു സ്റ്റഡി. അഡിയബാറ്റിക് പ്രോസസ്സ് എടുത്താലും അതിൽ അതിൻ്റെ വർക്ക് ഡൺ എങ്ങനെയാണ്, അതിൻ്റെ അഡിയബാറ്റിക് റിവേഴ്സിബിൾ, അഡിയബാറ്റിക് ഇറിവേഴ്സിബിൾ അങ്ങനെ പറഞ്ഞിട്ട് പഠിക്കും. ആൻഡ് ഇതിൽ കൂടുതലും ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സോ ദിസ് ഈസ് ദ വേ ഹൗ യു വാണ്ട് ടു സ്റ്റഡി thermodynamics. Okay, so note this down.